അപ്പോൾ ഋഷി വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വിൻ്ററായി തുടങ്ങി ദുബായിലുള്ളവർക്ക് അറിയാം. പക്ഷെ ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടാണ് കേട്ടോ. രാത്രി മാത്രം ചെറുതായിട്ട് ഒരു തണുപ്പ് തുടങ്ങിയിട്ടുള്ളൂ. നല്ല കൂളിംഗ് ഒന്നും പറയാനൊന്നുമില്ല. കഴിഞ്ഞ നവംബറിലൊക്കെ നല്ല തണുപ്പായിരുന്നു. ഈ സമയത്തൊക്കെ നല്ല തണുപ്പ് തുടങ്ങി. ഇപ്രാവശ്യം അത്ര കുറവാണ്. ഇപ്പം ഞങ്ങൾ വന്നിട്ടുള്ളത് ഖുറാനിക് പാർക്കിലാണ്. അപ്പോൾ ഇത് എന്തായാലും അച്ചു ഖുറാനിക് പാർക്ക് പറയണത് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും പിന്നെ സംഭവം നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം. നമുക്ക് നോക്കാം എന്താണെന്ന് കാണാം നമുക്ക് എന്തായാലും. ഓക്കെ, അപ്പോൾ ഇതാണ് ഖുറാനിക് പാർക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ കേട്ടോ. ഇതാണ് ഇവിടെ ഇങ്ങനെ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇതാണ് ഖുറാനിക് പാർക്കിൻ്റെ ഒരു ഔട്ട്ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, എന്തൊക്കെയാണെന്നുള്ളതൊക്കെ. ഇതേനാട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറി. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റൊക്കെ ഉണ്ട്. UAE ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട് നിറച്ച്. കുറേ പേര് ഇവിടെ ഇങ്ങനെ വാക്കിംഗ് ഒക്കെ ഉണ്ട്. അതെ നോക്കാം നമുക്ക്. വിൻ്ററിനെ വരവേൽക്കാൻ പൂക്കളൊക്കെ വെച്ച് തുടങ്ങി ഇവിടെ ഗാർഡനിൽ. നിറയും ഉണ്ണിട്ടാ. ദുബായിൽ മൊത്തം നിറയും ഇനി പൂക്കൾ. ഇവിടെ കയറുമ്പോൾ തന്നെ ചെറിയൊരു ഐസ്ക്രീം പാർലറൊക്കെ ഉണ്ട്. ഇതേ നല്ല ഗ്രീനറി ആയിട്ടാ. നോക്കിയേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആൾക്കാർ അവിടെ ക്യാമ്പ് ചെയ്യണൊക്കെ ഉണ്ട്. ക്യാമ്പ് മീൻസ് വെറുതെ വന്നിരിക്കണു. ഇതേനാ ഒരു 3 പേര് നടന്നു വരുന്നു. ഇതാണ് മോസസ് ലേക്ക്. കണ്ടോ? ഇതിങ്ങനെ എനിക്കിതിൻ്റെ ഐതിഹ്യം ഒന്നും അറിയില്ല കേട്ടോ. 2 വെള്ളത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പിളർന്നു. ഇങ്ങനെ വിൻ്റർ ബേർഡ്സ് വന്നിട്ടുണ്ട് കേട്ടോ അവിടെ. ഇതാണ് ലേക്കിൻ്റെ. ഇതേനാ കേട്ടോ. നമ്മൾ ഈ 2 ഇതിൻ്റെ പിളർന്നിട്ടുള്ള 2 ലേക്കിൻ്റെ സെൻറ്ററിലാണ് നിൽക്കണത്. ഇതിനെന്തോ പറയൂട്ടോ, എനിക്കറിയില്ല. അശ്വതി അവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുക. അശ്വതി വരുമ്പോൾ ഞാൻ പറയാം. കടല് പിളർത്തിയിട്ടുണ്ടായിരുന്നു ഖുറാനില്. മോശ വടി കൊണ്ട് അടിച്ചിട്ട്. അപ്പൊ ആ ഒരു ഐതിഹ്യമാണ് ഇതിൽ കാണുന്നത്. 2 സൈഡിലും വെള്ളമായിട്ട്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, അറിയുന്ന കാര്യം പറഞ്ഞതാ. ഇത് ഇവിടെ ഇങ്ങനെ നിറച്ചൊരു മല പോലെ. ഇത് മറ്റേ ആർട്ടിഫിഷ്യലാ തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. മണ്ണുകൊണ്ട് ഇങ്ങനെ അതിന്റെ ഉള്ളില് ഖുറാന്റെ എന്തൊക്കെയോ കഥകളൊക്കെ നോക്കട്ടെ കേട്ടോ. ഇങ്ങനെ കയറാന്നുള്ളത് അറിയില്ല, കണ്ടുപിടിക്കട്ടെ. എൻട്രൻസ് ഇതാണ് കേവിൻ്റെ എൻട്രൻസ് കേട്ടോ. അപ്പോൾ നമുക്ക് കേവിലേക്ക് കയറാം. ഇവിടെ എന്തോ ഒരു ഗ്രേപ്സ് ഒക്കാട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇതിൻ്റെ ഐതിഹ്യമൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾ ഗ്രേപ്പിൻ്റെ ഫാമൊക്കെയാണെന്ന് വിചാരിച്ചത്. ഇതിലുണ്ട് ഒരു ഗ്രേപ്പിൻ്റെ കൊലയും ഒരു ചെടിയും. ഇതെന്താ സംഭവം എന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ, ഇതാണ് ഗ്ലാസ് ഹൗസ് എന്ന് പറയണത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിറച്ച് ഇങ്ങനെ പ്ലാന്റ്സും ഫ്ലവേഴ്സൊക്കെ തോന്നുന്നുണ്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ലച്ചുതേ മുന്നിലേക്ക് ഓടുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ് ഹൗസിൻ്റെ ടിക്കറ്റ് 5 ദിർഹംസ് ആണ് കേട്ടോ ഒരാൾക്ക് അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി. അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് ടാഗ് ചെയ്യണം. ഇതാണ് ഗ്ലാസ് ഹൗസ് കേട്ടോ. ഉള്ളിൽ നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഇവിടെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ കുറേ ട്രീസ് ഉണ്ട് കേട്ടോ ഇതിൽ. ഖുറാനിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ട്രീസുകളൊക്കെയാണ് ഇതിൽ. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇതന്നെ. هقول لك التين 29 ട്രീസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഒലീവ് ട്രീ ആണ് കേട്ടോ. ഇതാണ് ഒലീവ്സ്. ഒലീവ് ഉണ്ടായിട്ടുണ്ടോ എന്നാണ് അതറിയില്ല. ഒലീവ് ഉണ്ടായിട്ടൊന്നുമില്ല. അതെ, ഒലീവ് ട്രീ ഇത് ഒറിജിനലാണ് കേട്ടോ. ഇത് ഓറഞ്ച് ട്രീ കേട്ടോ. അതിൽ 2 ഓറഞ്ച് ഉണ്ട്. പിന്നെ ദേ അവിടെ ഒരു പച്ച ഓറഞ്ച് നിൽക്കുന്നുണ്ട് കണ്ടോ. പിന്നെ ദേ അതിലുണ്ട് 1-2 ട്രീ ഓറഞ്ച് ഉണ്ട് അതിൽ. ദേ ഇവിടെ ഇങ്ങനെ പോംഗ്രനേറ്റിൻ്റെ ട്രീസ് ഉണ്ട്. ദേ പോംഗ്രനേറ്റ് അവിടെ ഇവിടേക്ക് ഉണ്ടായിട്ടുണ്ട്. പൂവും കണ്ടോ നിങ്ങൾ? നമുക്ക് അടിയിൽ പോകുമ്പോൾ കാണാം കേട്ടോ. ഓറഞ്ച് കളർ പൂവ്. അത് 1-2 അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതാണ് മുന്തിരി വള്ളി കേട്ടോ. മുന്തിരി നിറച്ചിങ്ങനെ പടർത്തിയിട്ടുണ്ട്. പക്ഷേ മുന്തിരി ഒന്നും ഉണ്ടായിട്ടില്ല കണ്ടോ. ഇവിടെ ഇങ്ങനെ കുറേ ഒറിജിനൽ ഫ്ലവേഴ്സാണ് ഇട്ടത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി.
ഇത് നമ്മുടെ അത്തിപ്പഴത്തിൻ്റെ മരം, ഫിഗ്. ഒന്നും കാണാനില്ല ഉണ്ടായിട്ട്. ഇവിടെ വാട്ടർമെലൺസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ, ചെറുത്. രണ്ട് ഭാഗത്ത് ഇങ്ങനെ നിറച്ച് ജമന്തികളൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൽ അച്ചും ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ റെഡ് ജമന്തി അല്ല, നമ്മുടെ സെൻട്രൽ മെല്ലി എന്ന് പറയാം ഞങ്ങൾ, ചെണ്ടുപൂവോ അങ്ങനത്തെ റെഡ് കളർ. ഇതാണ് ഇവിടുത്തെ സോളാർ ട്രീ കേട്ടോ. ഇതൊക്കെ കണ്ടോ, സോളാർ ട്രീ ആണത്. 2-3 ഇഷ്ടം പോലെ ഉണ്ട് ഇതിൽ. ഇനി ഇവിടെ കുട്ടികളുടെ പ്ലേ ഏരിയ ഉണ്ട്. ഇതാണ് മൊത്തം ഒരു ഔട്ട്ലുക്ക് ഖുറാനിക് പാർക്കിൻ്റെ. ക്ലൈമറ്റ് നല്ലതായ കാരണം നല്ല രസമുണ്ട്. ഒരു തണുത്ത കാറ്റൊക്കെ വീശി. അവിടെ കുട്ടികളുടെ പ്ലേ ഏരിയ ഉണ്ട്. അവരവിടെ കളിക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങളിനി കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് വെച്ചാൽ കുറേ നടക്കണം ഞങ്ങൾ. ഇവിടെ ഇങ്ങനെ പ്ലേ ഏരിയ ഉണ്ട്, വെച്ചും കിട്ടൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത്രയേ ഉള്ളൂ ഖുറാനിക് പാർക്കിൻ്റെ വിശേഷങ്ങൾ. ഇങ്ങനെ വെറുതെ കുറച്ച് ഇടയ്ക്ക് വന്നിരിക്കാം. വിൻ്ററിൽ നല്ല രസമാണ് ഇരിക്കാൻ വേണ്ടി. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്, പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല ഒരു വട്ടം കാണാം, അത്ര തന്നെയുള്ളൂ. ഓക്കെ.